അൾട്രാസൗണ്ട് സ്കാൻ ഏറെക്കുറെ എല്ലാവർക്കും പരിചിതമാണ്. കൂടുതലും ഉദരസംബന്ധമായ രോഗങ്ങൾക്കും ഗർഭിണികൾക്കുമാണ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത്. എങ്കിൽ തന്നെയും ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ യാതൊരു റേഡിയേഷനോ പാർശ്വഫലങ്ങളോ ഇല്ലാത്ത ഒരു സ്കാനാണ് അൾട്രാസൗണ്ട് സ്കാൻ. അതുകൊണ്ട് തന്നെ ശിശുക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഗർഭിണികൾക്കാണെങ്കിലും യാതൊരു പേടിയും കൂടാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാനാണ് അൾട്രാസൗണ്ട് സ്കാൻ. ഗർഭിണികൾക്ക് നമ്മൾ സാധാരണ ഒരു പ്രഗ്നൻസിയിൽ ഒരു 4 സ്കാനെങ്കിലും അൾട്രാസൗണ്ട് സ്കാൻ സാധാരണ ചെയ്യാറുണ്ട്. അതിനെന്തെങ്കിലും കൂടുതലായിട്ടുള്ള വളർച്ചക്കുറവ്, കുട്ടികളുടെ വളർച്ചക്കുറവ് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ കൂടുതലായിട്ടുള്ള സ്കാനുകൾ ആ സമയത്ത് ആവശ്യപ്പെടുന്നതാണ്. വേറെ വളരെ അധികം ഉപയോഗങ്ങൾ അൾട്രാസൗണ്ട് സ്കാൻ കൊണ്ടുണ്ട്. തൈറോയിഡിൻ്റെ രോഗങ്ങൾ, തൈറോയിഡിൻ്റെ മുഴകൾ, സ്തനങ്ങളിലെ മുഴകൾ, അതുപോലെ വേറെ പേശികളിലുള്ള എന്തെങ്കിലും മുഴകളോ പരുക്കളോ ഒക്കെ നോക്കുന്നതിനും അൾട്രാസൗണ്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രോഗനിർണയത്തിന് മാത്രമല്ല ഇത് നമ്മൾ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് FNACയിലെ ബയോപ്സി, സൂചി കടത്തിവിട്ടുള്ള ടിഷ്യൂ എടുത്ത് അതിൻ്റെ പരിശോധിക്കലും കൃത്യമായ രോഗനിർണയത്തിനും അൾട്രാസൗണ്ട് സ്കാൻ വളരെ ഫലപ്രദമാണ്. അടുത്തുള്ള യാതൊരു അവയവങ്ങൾക്കും കേടുപാട് പറ്റാതെ കറക്റ്റായിട്ട് ആ മുഴകളിൽ തന്നെ സൂചി കടത്തിവിടാൻ അൾട്രാസൗണ്ടിൻ്റെ ഗൈഡൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇതിനു പുറമെ വെരിക്കോസ് വെയിൻ്റെ രോഗനിർണയവും വെരിക്കോസ് വെയിനിൻ്റെ ചികിത്സ, ലേസർ ഉപയോഗിച്ചുള്ള വെരിക്കോസ് വെയിൻ്റെ ചികിത്സയ്ക്കും അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ഡോപ്ലർ ഉപയോഗിച്ചാണ്, അതിൻ്റെ ഗൈഡൻസ് ഉപയോഗിച്ചാണ് ആ ട്രീറ്റ്മെൻറ്റുകൾ വളരെ ഫലപ്രദമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തരത്തിൽ വളരെയധികം രോഗനിർണയത്തിന് സഹായിക്കുന്നതും ബയോപ്സികളിലും ഒക്കെ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു മൊഡാലിറ്റിയാണ് അൾട്രാസൗണ്ട്. ഈ ഒരു മൊഡാലിറ്റിയിൽ യാതൊരു വിധത്തിലും ഭയക്കേണ്ടതായിട്ടുള്ളതില്ല. വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്കാനിങ് രീതിയാണ് അൾട്രാസൗണ്ട് ഉപയോഗിച്ചുള്ളത്.